ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്ക്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്കിനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അവലിട്ട് കൊടുക്കണം. അവലിനെ ഒന്ന് കുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1-2 മിനിറ്റ് കുതിർത്തി വെച്ചാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ നല്ലപോലെ കുതിർത്തി കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ച അവിലാണ്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിനെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ മാഷ് ചെയ്തെടുക്കണം. ഇത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നല്ലപോലെ പൊടിച്ചെടുത്തതാണ്. ഇനി ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇതിന് പകരമായിട്ട് പച്ചമുളക് ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തത്, അതേപോലെ മല്ലിച്ചപ്പ്, ജീരകത്തിന് പകരമായിട്ട് ഒറിഗാനോ, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരിക്കലും നമ്മൾ ബോൾസ് ഇട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിം വെക്കാൻ പാടില്ല. അത് ബോൾസൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഔട്ട് സൈഡ് നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. Thank you. Bye-bye.